വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കോൺഗ്രസിൽ സജീവമായിട്ട് പുരോഗമിക്കുകയാണ്. മാർച്ച് 6-ാം തീയതിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. യാത്ര സമാപിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങാനാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. അത്തരമുള്ള നീക്കങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡും കാര്യങ്ങൾ ദ്രുതഗതിയിൽ തന്നെ ചലിപ്പിച്ചുകൊണ്ട് പോകുന്നത്. എന്തായാലും കേരളത്തിൽ നിന്നുമുള്ള നേതൃത്വം ഏതാണ്ട് ആദ്യഘട്ടമായിട്ട് 50 സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള മധുസൂദൻ മിസ്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം അത് ഹൈക്കമാൻഡിന് കൈമാറും. ഹൈക്കമാൻഡാകും അന്തിമമായിട്ട് ഒരു തീരുമാനമെടുത്തുകൊണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. അങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു കീഴ്വഴക്കം. എന്തായാലും മാർച്ച് 6-ാം തീയതി കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ 1-2 ദിവസങ്ങൾക്കകം തന്നെ 50 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടമായിട്ട് പ്രഖ്യാപിക്കുന്നവരിൽ നിലവിലെ സിറ്റിംഗ് MLA-മാർ ഉണ്ടാകും. നിലവിൽ 22 സീറ്റുകളാണ് കോൺഗ്രസിന് ഉള്ളത്. അതിൽ 2 സീറ്റുകളിൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്നില്ല. അതിലൊന്ന് എറണാകുളത്തെ തൃപ്പൂണിത്തുറയും മറ്റൊന്ന് പാലക്കാട് ജില്ലയിലെ പാലക്കാട് മണ്ഡലവുമാണ്. ബാക്കി 20 സിറ്റിംഗ് MLA-മാരും നിലവിൽ മത്സരിക്കാനാണ് സാധ്യത. അത് കഴിഞ്ഞാൽ ഏതാണ്ട് 19 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി അന്തിമമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ 19 ഇടങ്ങളിലും ഒറ്റ പേര് മാത്രമാണ് ഉയർന്നത്. മറ്റ് തർക്കങ്ങളോ കൂടുതൽ ആളുകളുടെ പേരുകളോ ഒന്നും തന്നെ ഈ മണ്ഡലങ്ങളിലേക്ക് ഉയർന്നു വന്നിട്ടില്ല. അത് വിജയസാധ്യത ഉൾപ്പെടെ നോക്കിക്കൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു 19 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം കൂടി ഉണ്ടാകും. കൂടാതെ സംവരണ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനാണ് സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും ഉൾപ്പെടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും 20 സിറ്റിംഗ് MLA-മാരെ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. തൃപ്പൂണിത്തുറയിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം നിലവിലെ സിറ്റിംഗ് MLA കെ ബാബു അനാരോഗ്യം കാരണം താൻ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പിന്മാറിയിരിക്കുകയാണ്. കൂടാതെ പാലക്കാട് മണ്ഡലത്തിൽ നിലവിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ അദ്ദേഹത്തെ സ്ത്രീ പീഡന കേസുകളുടെയൊക്കെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകണ്ട എന്നാണ് പാർട്ടിയുടെ തീരുമാനം. അതുകൊണ്ട് അവിടെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ സീറ്റ് നിലനിർത്താനായിട്ട് കരുത്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കാനും പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഈ പറയുന്ന 19 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടികയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ അവിടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണ് നമുക്ക് ആദ്യം നോക്കാവുന്നത്. വട്ടിയൂർക്കാവിൽ മുൻ MLA ആയിട്ടുള്ള മുൻ MP-യുമായ കെ മുരളീധരനാണ് മത്സരിക്കുക. അദ്ദേഹം 2011-ലും 2016-ലും വട്ടിയൂർക്കാവിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച നേതാവാണ്. പിന്നീട് അദ്ദേഹം 2019-ൽ MLA ആയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിക്കാൻ പോയി അവിടെ വിജയിക്കുകയും പിന്നീട് ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന് അത് കോൺഗ്രസിന് കൈവിടുന്ന സാഹചര്യവും ഉണ്ടായത്. ആ മണ്ഡലം തിരികെ പിടിക്കാനായിട്ട് കെ മുരളീധരൻ തന്നെ വട്ടിയൂർക്കാവിൽ ഇറങ്ങണം എന്ന ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലേക്കാണ് സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ തന്നെയാകും മത്സരരംഗത്ത് ഇറങ്ങുക. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ DCC അധ്യക്ഷൻ കൂടിയായ N ശക്തന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ 3 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതിലൊന്ന് കൊല്ലമാണ്. കൊല്ലത്ത് മുൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ കൂടിയായിട്ടുള്ള ബിന്ദു കൃഷ്ണയാണ് മത്സരിക്കുക. കൊല്ലത്തെ 2ാമത്തെ മണ്ഡലം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിൽ അടുത്തിടയ്ക്ക് CPM-ൽ നിന്നും കോൺഗ്രസിലെത്തിയ 15 വർഷം CPM-ന്റെ MLA ആയിരുന്ന ഐഷ പോറ്റിയെയാണ് കോൺഗ്രസ് ഇത്തവണ രംഗത്തിറക്കുന്നത്. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നാണ് കോൺഗ്രസ് അവിടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഐഷ പോറ്റിയെ വിലയിരുത്തുന്ന. നിലവിൽ ധനമന്ത്രി കൂടിയായിട്ടുള്ള KN ബാലഗോപാലാണ് അവിടുത്തെ സിറ്റിംഗ് MLA. അപ്പോൾ KN ബാലഗോപാലിനെ തറപറ്റിക്കണമെങ്കിൽ ആ മണ്ഡലത്തിൽ സുപരിചിതയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം എന്നുള്ള പാർട്ടിയുടെ കാഴ്ചപ്പാടിന്റെ പശ്ചാത്തലത്തിലാണ് ഐഷ പോറ്റിയുടെ പേര് ഏകകണ്ഠേന കൊട്ടാരക്കരയിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കൊല്ലത്തെ മറ്റൊരു മണ്ഡലമായിട്ടുള്ള പത്തനാപുരം, അവിടെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചിട്ടുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാലയാണ് ഇത്തവണ അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അവിടെ ഏകദേശം വിജയം ഉറപ്പിച്ച മട്ടിലാണ് കോൺഗ്രസ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2500-ലധികം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ട്. മാത്രവുമല്ല ജ്യോതികുമാർ ചാമക്കാല അവിടെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ
പത്തനാപുരം മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം കോൺഗ്രസിനുണ്ട്. പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ ആറന്മുളയിൽ അബിൻ വർക്കിയുടെ പേരാണ് ഉള്ളത്. അബിൻ വർക്കി ആറന്മുളയിൽ മത്സരിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒപ്പം തന്നെ അടൂര് സംവരണ സീറ്റാണ്. അടൂരിൽ മുൻ MP ആയിട്ടുള്ള രമ്യ ഹരിദാസ് ആണ് മത്സരിക്കുക. പിന്നീട് ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ അരൂരിൽ മുൻ MLA കൂടിയായിട്ടുള്ള ഷാനിമോൾ ഉസ്മാനാണ് മത്സരിക്കുക. ചെങ്ങന്നൂരിൽ അവിടെ 2 പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള ബിനു ചുള്ളിലിന്റെ പേരും ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ജനകീയനായിട്ടുള്ള നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകളായിട്ടുള്ള മറിയ ഉമ്മന്റെ പേരും അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവരിൽ ഒരാൾക്കാണ് അവിടെ സാധ്യത. ഒരുപക്ഷെ ആ മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ട് മറിയ ഉമ്മനെ തന്നെ രംഗത്തിറക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. അപ്പോൾ അത്തരത്തിൽ അവിടെ ശക്തമായ ഒരു പോരാട്ടം അവിടെ നടത്താൻ കഴിയും എന്നാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ പാലക്കാടേക്ക് വരുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പറയുന്നത് പോലെ കോൺഗ്രസിന്റെ സഹയാത്രികനും ഒപ്പം തന്നെ സൂപ്പർ താരവുമായിട്ടുള്ള രമേശ് പിഷാരടിയാണ് മത്സരിക്കുക. തൃശൂർ ജില്ലയിലേക്ക് വന്നാൽ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള OJ ജനീഷ് ആകും മത്സരിക്കുക. മണലൂരിൽ TN പ്രതാപൻ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂർ നിയമസഭാ മണ്ഡലം കോൺഗ്രസിന്റെ ശക്തമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെ കണ്ണൂർ നിയമസഭാ മണ്ഡലം തിരികെ പിടിക്കാനായിട്ട് അമൃത രാമകൃഷ്ണന്റെ പേരാണ് അവിടെ ഉയർന്നിരിക്കുന്നത്. അമൃത രാമകൃഷ്ണൻ അവിടെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു മഹിളാ കോൺഗ്രസിന്റെ സമുന്നതയായിട്ടുള്ള നേതാവാണ് അമൃത രാമകൃഷ്ണൻ. അവിടെ ആ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് പാർട്ടി നേതൃത്വം കണക്ക് കൂട്ടുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അമൃത രാമകൃഷ്ണൻ. ഒപ്പം തന്നെ പാലക്കാട് ചിറ്റൂരിൽ മുൻ MLA ആയിരുന്ന A അച്യുതന്റെ മകൻ കൂടിയായിട്ടുള്ള സുമേഷ് അച്യുതനാണ് പാലക്കാട് ചിറ്റൂരിൽ ആ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പാലക്കാട് കോങ്ങാട് KA തുളസി അവിടെ മത്സരിക്കും. പാലക്കാട് തൃത്താലയിൽ VT ബൽറാമാകും മത്സരരംഗത്തിറങ്ങുക. മുൻ MLA ആണ്. 2 തവണ 2011-ലും 2016-ലും 2 തവണ മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ്, നേതാവാണ് VT ബൽറാം. അദ്ദേഹം നിലവിൽ KPCC വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അങ്ങനെ ബൽറാമിനെ ഒരിക്കൽ കൂടി ആ മണ്ഡലം തിരികെ പിടിക്കാനായിട്ട് പാർട്ടി നേതൃത്വം നിയോഗിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിൽ കോഴിക്കോട് കൊയിലാണ്ടിയിൽ DCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള K പ്രവീൺകുമാറാണ് മത്സരിക്കുക. നാദാപുരത്ത് KSUവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ KM അഭിജിത്ത് മത്സര രംഗത്തിറങ്ങും. എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണനാണ് മത്സരിക്കാൻ ഇറങ്ങുക. അത്തരത്തിൽ 19 മണ്ഡലങ്ങളിൽ ഏതാണ്ട് 19-20 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം ഈ പറയുന്ന സിറ്റിംഗ് MLA-മാരുടെ സീറ്റുകൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 40ഓളം മണ്ഡലങ്ങൾ ആകുന്നുണ്ട്. അതുകൂടാതെ ഒരു 10 മണ്ഡലങ്ങൾ കൂടി, സംവരണ മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഒരു 10 മണ്ഡലങ്ങൾ കൂടി ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചതിന് സമാനമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുക, ശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ഗുണകരമായിട്ട് മാറിയിരുന്നു. പലയിടങ്ങളിലും CPM-ന്റെ കോട്ടകൾ ഉൾപ്പെടെ വിജയിക്കാനായിട്ട് കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ തന്ത്രം പയറ്റാനാണ് ഹൈക്കമാൻഡും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും ലക്ഷ്യമിടുന്നത്. ഈ പറയുന്ന 50 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അധികം വൈകാതെ തന്നെ പുറത്തിറക്കി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത്.